ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് രാവിലെ തന്നെ നേരത്തെ എണീച്ചിട്ട് ഇഡ്ഡലിക്കാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ ഇഡ്ഡലിക്കൊക്കെ ഒഴിച്ചു കൊടുത്ത് അതൊക്കെ ആവി വന്നു. പിന്നെ ഞാൻ വേഗം പോയിട്ട് തേങ്ങ ഒന്ന് ചിരകി കേട്ടോ. തേങ്ങയൊക്കെ ചിരകി വെച്ച് പിന്നെ തേങ്ങ ചട്നി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ തേങ്ങ ചിരകി മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി കേട്ടോ. പിന്നെ നമ്മൾ ഗ്യാസിലേക്ക് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിൻ്റെലൊക്കെ ഇട്ടിട്ട് പിന്നെ അതൊന്ന് തൂമിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് സെറ്റായി. പിന്നെ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ സബോള വെച്ചിട്ടൊരു ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ സിസ്റ്റർ അങ്ങനെ ഒരു ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേഗം ഇന്ന് നല്ല തിരക്ക് പിടിച്ചൊരു ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫിഷും ഒക്കെ ഫ്രൈ ചെയ്ത് വെച്ചു കേട്ടോ, ചായപ്പണി കഴിഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചീരത്തോരൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു തരം ചീരയാണ് കേട്ടോ. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്നറിയാം കേട്ടോ. ബ്ലഡൊക്കെ വർദ്ധിക്കാൻ നല്ലൊരു തോരനാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ തോരന് വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ചു, കടുകൊക്കെ പൊട്ടിച്ചിട്ട് സബോളയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കീറിയിട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊരു ബ്രൗൺ കളർ ആവാനാവുമ്പോൾ നമ്മൾ ചിരകി വെച്ച തേങ്ങ അതിലേക്ക് ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിരകി വെച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ശർക്കര മഞ്ഞപ്പൊടിയും കൂടി ഇട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ നേരാക്കി വെച്ച ചീര അതിലേക്ക് കൊട്ടി കൊടുത്തു. പിന്നെ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വെള്ളം കുറച്ചൊന്ന് തെളിച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ആവിയിൽ കിടന്നത് വേവണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് അതിൻ്റെ പേരങ്ങനെ അറിയില്ല, ചീരയുടെ പേരങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് അറിയില്ല കേട്ടോ. അറിയുകയാണെങ്കിൽ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ചോദിച്ചിട്ട് ആരുടെടുത്തെങ്കിലും അങ്ങനെ ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുത്ത് അത് സെറ്റാക്കി വെന്ത് വന്നു കേട്ടോ. നല്ല രൂപത്തിൽ വെന്ത് വന്നു. പിന്നെ നമ്മൾ ഉച്ച ആവാനായപ്പോഴത്തേനും നമ്മൾ വേഗം ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേനും വേഗം നമ്മൾ ചോറൊക്കെ കഴിക്കായിരുന്നു കേട്ടോ. ചോറും പിന്നെ ഇഡ്ഡലിക്ക് പിന്നെ വേറെ സാമ്പാറും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വേഗം നമ്മളിന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു ദിവസം കൂടിയാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്, കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് മോനെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ജെൻസിൻ്റെ ബ്യൂട്ടി പാർലറിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോൻ നല്ല സന്തോഷത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മുടി വെട്ടാൻ അവനക്ക് എന്താ കാര്യം എന്നൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ അങ്ങനെ ചിരിച്ചിട്ട് എല്ലാവരും നോക്കി ചിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പകുതിക്കുന്ന് വെട്ടാനായപ്പോൾ മോൻ ഭയങ്കര സീനായിട്ടോ. ഈ വീഡിയോയിൽ തന്നെ കാണാം കേട്ടോ. പിന്നെ അവൻ ഭയങ്കര സീനാക്കി നല്ല കരച്ചിലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അവിടെ എന്തൊക്കെയോ കൊടുത്തു കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട്. അവൻ ഒന്നിനും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയോ വെട്ടിയിട്ടോ, മുടിയൊക്കെ വെട്ടി സെറ്റാക്കി വെച്ചു. ഞങ്ങൾ നല്ല പ്ലാനൊക്കെ ഇട്ടത് നല്ല മോഡലിലൊക്കെ വെട്ടണമെന്ന്. അപ്പോൾ അതൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ലേഡീസ് ചോയ്സിക്ക് പോയിട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അവിടുന്ന്. പിന്നെ അവിടേക്കൊക്കെ കയറി അതൊക്കെ കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു കേട്ടോ. അപ്പോൾ വേറൊരു ഷോപ്പിലേക്കൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് ക്ഷീണിച്ചു. അപ്പോൾ കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചു. ഇത് രണ്ടാമത്തെ വട്ടമാണ് കേട്ടോ നമ്മൾ ജ്യൂസ് കുടിക്കണത്. പിന്നെ 2 ലൈസൊക്കെ വാങ്ങി ഒന്ന് കഴിച്ചു അതിൻ്റെ ഇടയിൽ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ മോളുടെ ബർത്ത്ഡേയും കൂടിയാണ് കേട്ടോ നാളെ. അപ്പോൾ അതിനും കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. അപ്പോൾ അതും വാങ്ങി പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. കുറച്ച് സാധനങ്ങൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പഠിച്ച കോളേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഡിഗ്രി ഇവിടെയാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തത്, ലിസ്റ്റേഴ്സ് കോളേജിലാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ സമയം ഒരുപാടായിട്ടോ, 2, 2:30, 3 മണി 3:30 ഒക്കെ ആയിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഒരുപാട് നേരം വൈകിട്ടോ വീട്ടിലെത്താൻ. അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് പോയി. പിന്നെ ക്ലാസ് കഴിഞ്ഞ് വരുന്ന 2 പിള്ളേരെ കണ്ടു കേട്ടോ. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചു. അവരോട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞു കേട്ടോ. നല്ല സ്നേഹമുള്ള മക്കളായിരുന്നു കേട്ടോ. പേര് ചോദിക്കാൻ വിട്ടുപോയി. ഒരാളുടെ വീട് കാളിയറോഡ് എവിടെയോ അങ്ങാണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്താനായി കേട്ടോ. വീഡിയോ കാണുന്നവരാരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.
അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബായ് കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഞാൻ വന്നതെന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുട്ടിപ്പട്ടാളങ്ങളാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ അതിലൊരു മോനിക്ക് വീഡിയോയിൽ നിൽക്കാൻ ഭയങ്കര നാണക്കേട് കേട്ടോ. അപ്പോൾ അവൻ ഒളിഞ്ഞ് വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ അവർ ടാറ്റൊക്കെ തരികയാണ് കേട്ടോ. അപ്പോൾ അതിൽ വേറൊരു മോന് പറയുന്നുണ്ട് കേട്ടോ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് വീട്ടിലേക്ക് പോയിട്ടോ.